ഒരുപാട് കുടിപ്പകകളുടെ ചരിത്രം പാലായുടെ രാഷ്ട്രീയ ചരിത്രത്തിന് പറയുവാനുണ്ട്. അത്തരം ഒരു കുടിപ്പകയുടെ ചരിത്രം 2025 തദ്ദേശ തെരഞ്ഞെടുപ്പിൻ്റെ ഫലം പുറത്തു വന്നപ്പോൾ 35 വർഷക്കാലത്തിന് ശേഷം മാണി ഗ്രൂപ്പിന് നഗരഭരണം നഷ്ടമായപ്പോൾ കേരളമെമ്പാടും ചർച്ച ചെയ്തിട്ടുള്ളതാണ്. ഇപ്പോൾ നഗരസഭ അധ്യക്ഷ പദവി വഹിക്കുന്ന ദിയ ബിനു പുളിക്കക്കണ്ടത്തിൻ്റെ പിതാവ് ബിനു പുളിക്കക്കണ്ടവും ജോസ് കെ മാണിയും തമ്മിലുള്ള കുടിപ്പകയുടെ ചരിത്രമായിരുന്നു അത്. സമാനമായ മറ്റൊരു കഥയാണ് ഈ വീഡിയോയിലൂടെ പ്രേക്ഷകർക്കായി അവതരിപ്പിക്കുന്നത്. ഇന്നലെ കേരള കോൺഗ്രസ് ജോസഫ് ഗ്രൂപ്പിൻ്റെ സംസ്ഥാന വൈസ് ചെയർമാനായി കുര്യാക്കോസ് പടവൻ എന്ന ഒരു വ്യക്തി നിയമിതനാകുകയുണ്ടായി. കുര്യാക്കോസ് പടവനെക്കുറിച്ച് പറയുമ്പോൾ കേരളമെമ്പാടും സുപരിചിതനായ ഒരു രാഷ്ട്രീയ നേതാവല്ല അദ്ദേഹം എന്നുള്ളതാണ് വസ്തുത. എന്നാൽ പാലായിലും കോട്ടയത്തും കെ എം മാണിയുടെ മനസാക്ഷി സൂക്ഷിപ്പുകാരൻ എന്ന നിലയിൽ പതിറ്റാണ്ടുകളോളം അറിയപ്പെട്ടിരുന്ന ഒരു നേതാവാണ് കുര്യാക്കോസ് പടവൻ. 1989 മുതൽ 2019 കെ എം മാണിയുടെ മരണം വരെ 3 പതിറ്റാണ്ടുകാലം തുടർച്ചയായി കേരള കോൺഗ്രസിൻ്റെ പാലാ മണ്ഡലം അധ്യക്ഷ പദവി വഹിച്ചിരുന്ന നേതാവായിരുന്നു കുര്യാക്കോസ് പടവൻ. കേരള കോൺഗ്രസ് പാർട്ടിയെ സംബന്ധിച്ച് പറയുമ്പോൾ അതിൻ്റെ സംസ്ഥാന ജനറൽ സെക്രട്ടറി പദത്തേക്കാൾ പവർ പാർട്ടിയിലുണ്ടായിരുന്നത് പാലാ മണ്ഡലം പ്രസിഡന്റ് പദവിക്കായിരുന്നു. കാരണം കെ എം മാണിയുടെ മണ്ഡലത്തിൽ കെ എം മാണിയുടെ മനസാക്ഷി സൂക്ഷിപ്പുകാർ മാത്രമായിരുന്നു എല്ലാ ഘട്ടത്തിലും പാലാ മണ്ഡലം പ്രസിഡന്റ് പദവി ആ പാർട്ടിയിൽ അലങ്കരിച്ചിരുന്നത്. അത്തരമൊരു സാഹചര്യത്തിൽ 30 വർഷക്കാലം അല്ലെങ്കിൽ 3 പതിറ്റാണ്ട് കാലം ഒരു നേതാവ് ഈ പദവിയിൽ തുടർന്നു എന്നുള്ളത് കൊണ്ട് തന്നെ അയാൾ കെ എം മാണിക്ക് എത്രമാത്രം പ്രിയപ്പെട്ടവനായിരുന്നു എന്ന് നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കും. കുര്യാക്കോസ് പടവൻ്റെ മറ്റൊരു പ്രത്യേകത എന്ന് പറയുന്നത് കഴിഞ്ഞ നൂറ്റാണ്ട് കാലത്തെ അല്ലെങ്കിൽ 25 വർഷത്തെ ചരിത്രം എടുത്തു നോക്കിയാൽ പാലാ നഗരസഭാ അധ്യക്ഷ പദവിയിൽ തുടർച്ചയായി 5 വർഷം അലങ്കരിച്ചിട്ടുള്ള ഏക നേതാവും ഇദ്ദേഹം തന്നെയാണ്. കെ എം മാണിയുടെ വിശ്വസ്തൻ എന്ന നിലയിൽ തന്നെയാണ് 2005-2010 കാലഘട്ടത്തിൽ 5 വർഷം വൈസ് ചെയർമാനാകുവാനും പിന്നീട് 2010-15 കാലഘട്ടത്തിൽ 5 വർഷം തുടർച്ചയായി ചെയർമാനാകുവാനും അതിനുശേഷം 2015-2020 കാലഘട്ടത്തിൽ വീണ്ടും 5 വർഷം തുടർച്ചയായി വൈസ് ചെയർമാനാകുവാനും കുര്യാക്കോസ് പടവന് സാധിച്ചിട്ടുള്ളത്. എന്നാൽ ഈ കുര്യാക്കോസ് പടവൻ ഉൾപ്പെടെ കെ എം മാണിയുടെ വിശ്വസ്തരായിരുന്ന ഒരുപാട് നേതാക്കൾ ഇന്ന് ജോസ് കെ മാണിയുടെ ആജന്മ ശത്രുക്കളായി തന്നെയാണ് കേരള കോൺഗ്രസ് മാണി ഗ്രൂപ്പിൽ അവതരിപ്പിക്കപ്പെടുന്നത്. ഇത്തരത്തിൽ ഈ നേതാക്കളെല്ലാം ജോസ് കെ മാണിയുടെ ശത്രുപക്ഷത്ത് നിൽക്കുവാനുള്ള ഏക കാരണമെന്ന് പറയുന്നത് ജോസ് കെ മാണിയുടെ രാഷ്ട്രീയത്തിലെ ഇൻഫീരിയോറിറ്റി കോംപ്ലക്സ് ആയിരുന്നു എന്നുള്ളതാണ് വസ്തുത. നമുക്കറിയാം, ജോസ് കെ മാണി പാർലമെൻറ്റ് തെരഞ്ഞെടുപ്പിൽ ആദ്യമായി മൂവാറ്റുപുഴയിൽ നിന്ന് മത്സരിച്ചപ്പോൾ 3ാം സ്ഥാനത്തേക്ക് പിന്തള്ളപ്പെടുന്ന സാഹചര്യം ഉണ്ടായിരുന്നു. അതിനുശേഷം ജോസ് കെ മാണിയുടെ തിരിച്ചുവരവിന് വേണ്ടി കെ എം മാണിക്കൊപ്പം നിലകൊണ്ടിരുന്ന നേതാക്കളിൽ ഒരാളൊഴികെ മറ്റെല്ലാവരും തന്നെ ഇന്ന് ജോസിൻ്റെ എതിർപ്പാളയത്തിലാണ്. ഇപ്പോൾ ജോസ് കെ മാണി വിഭാഗത്തിൽ നിൽക്കുന്ന നേതാവട്ടെ പാർട്ടിയിൽ ജോസ് കെ മാണിയാൽ തന്നെ ഒതുക്കപ്പെട്ട് മറ്റൊരു ഗത്യന്തരവുമില്ലാതെ ഇടതുഭരണം കഴിയുന്നതുവരെ അവിടെ കാലം കഴിച്ചു കൂട്ടിക്കൊണ്ടിരിക്കുകയാണെന്നുള്ളത് പാലായിലെ രാഷ്ട്രീയ വൃത്തങ്ങളിലെ അങ്ങാടിപ്പാട്ടാണ്. ഏതൊക്കെയാണെങ്കിലും കുര്യാക്കോസ് പടവൻ ജോസ് കെ മാണിയുടെ ശത്രുപക്ഷത്തേക്ക് എത്തിയതിന് കൃത്യമായ ചില കാരണങ്ങളുണ്ട്. കെ എം മാണിയുടെ മരണശേഷം 2020 തദ്ദേശ തെരഞ്ഞെടുപ്പിന് മുന്നോടിയായി പാർട്ടി പിളർന്നപ്പോഴാണ് എല്ലാ ഘട്ടത്തിലും മാണിക്കൊപ്പം ശക്തമായ നിലപാടെടുത്തുകൊണ്ട് മാണിയുടെ മനസാക്ഷിയുടെ സ്വരമായി നിലകൊണ്ടിരുന്ന കുര്യാക്കോസ് പടവൻ ഉൾപ്പെടെയുള്ള നേതാക്കൾ ജോസ് കെ മാണിയെ കൈവിട്ടുകൊണ്ട് PJ ജോസഫിനൊപ്പം UDF അടിയുറച്ചു നിൽക്കുവാൻ തീരുമാനമെടുത്തിട്ടുള്ളത്. കുര്യാക്കോസ് പടവനെ സംബന്ധിച്ചിടത്തോളം ഇത്തരമൊരു തീരുമാനം എടുക്കുകയല്ലാതെ മറ്റൊരു ഗത്യന്തരവും അദ്ദേഹത്തിന് മുമ്പിൽ ഉണ്ടായിരുന്നില്ല എന്നതാണ് വസ്തുത. UDF ചേരി വിടുവാൻ അദ്ദേഹം ഒരിക്കലും ആഗ്രഹിച്ചിരുന്നില്ല. കെ എം മാണിയുടെ പാരമ്പര്യത്തെ തള്ളിപ്പറയുവാനും അദ്ദേഹം ആഗ്രഹിച്ചിരുന്നില്ല. എന്നാൽ കുര്യാക്കോസ് പടവൻ എന്ന നേതാവ് തനിക്കൊരു ഭീഷണിയാകുമെന്ന ഭയത്താൽ തന്നെ ജോസ് കെ മാണി ബോധപൂർവം അദ്ദേഹത്തെ കെ എം മാണിയുടെ കാലശേഷം പാർട്ടിയിൽ ഒതുക്കുവാനുള്ള നീക്കങ്ങൾ നടത്തിയപ്പോഴാണ് തൻ്റെടിയായ പടവൻ ജോസിനെ തുറന്നെതിർത്തുകൊണ്ട് പുറത്തു വരുവാനും ജോസഫിനൊപ്പം നിലകൊള്ളുവാനും തീരുമാനമെടുത്തത്. കുര്യാക്കോസ് പടവനെ സംബന്ധിച്ചിടത്തോളം പാലാ നഗരസഭയുടെ മുഖച്ഛായ മാറ്റുന്നതിൽ കെ എം മാണിക്കൊപ്പം നിർണായക പങ്കുവഹിച്ചിട്ടുള്ള നഗരപിതാവും അദ്ദേഹം തന്നെയാണ്. അദ്ദേഹത്തിൻ്റെ കാലത്ത് അദ്ദേഹം നഗരസഭാ അധ്യക്ഷനായിരുന്നപ്പോൾ ആവിഷ്കരിച്ചിട്ടുള്ള നിരവധി പദ്ധതികൾ പാലാ നഗരസഭയെ കേരളത്തിലെ ഏറ്റവും മികച്ച നഗരസഭയാക്കി തീർക്കുന്നതിലും നിർണായക പങ്കുവഹിച്ചിട്ടുള്ളവയാണ്. ഇന്ന് നമ്മുടെ കേരളത്തിലെമ്പാടും ചർച്ച ചെയ്യപ്പെടുന്ന തെരുവുനായ വിഷയത്തിന് വളരെ ദീർഘവീക്ഷണത്തോടുകൂടി കൃത്യമായ പരിഹാരം കണ്ടെത്തുവാൻ പടവൻ എന്ന നഗരസഭാ ചെയർമാന് സാധിച്ചിരുന്നു. പടവൻ ചെയർമാനായിരുന്ന 2010-15 കാലഘട്ടത്തിൽ തന്നെ തെരുവുനായ്ക്കളുടെ പുനരധിവാസത്തിനായി പാലാ നഗരസഭ ഒരു ഡോഗ് പാർക്ക് സ്ഥാപിക്കുകയും അവിടെ തെരുവുനായ്ക്കളെ എത്തിച്ച് കൃത്യമായ പരിചരണവും വാക്സിനേഷനും നൽകി സംരക്ഷിച്ചു പോരുകയും ചെയ്തിരുന്നു. സമാനമായി കുര്യാക്കോസ് പടവൻ എന്ന നഗരസഭാ ചെയർമാൻ 2010-15 കാലഘട്ടത്തിൽ വളരെ വിജയകരമായി ആവിഷ്കരിച്ച് നടപ്പാക്കിയ മറ്റൊരു പദ്ധതിയായിരുന്നു പാലാ നഗരസഭയെ യാചക വിമുക്ത മേഖലയാക്കുക എന്നുള്ളത്. ഇതിനായി മരിയ സദനം എന്ന പാലാ നഗരസഭാ പ്രദേശത്ത് തന്നെ നിലകൊണ്ടിരുന്ന ആതുര സേവനവുമായി ഒരു ധാരണയിലെത്തുവാൻ പടവന് സാധിച്ചു.
മരിയ സദനത്തിൻ്റെ ഒരു ബ്ലോക്ക് യാചകരെ പുനരധിവസിപ്പിക്കുന്നതിനായി മുനിസിപ്പാലിറ്റി വാടകയ്ക്കെടുക്കുകയും തുടർന്ന് അവിടേക്ക് എത്തിക്കുന്ന യാചകരുടെ ഭക്ഷണ ചെലവുകൾക്കായി പ്രതിദിനം 130 രൂപ എന്ന നിരക്കിൽ മരിയ സദനത്തിന് നൽകുകയും ചെയ്തുകൊണ്ടാണ് മാതൃകായോഗ്യമായ ഈ പദ്ധതി പടവൻ ആവിഷ്കരിച്ചതും വിജയകരമായി നടപ്പാക്കിയതും. സമാനമായി നഗരത്തിലെത്തുന്നവർക്ക് ന്യായവിലയിൽ ഭക്ഷണം ലഭ്യമാക്കുന്ന ന്യായവില ഹോട്ടലുകളും പടവൻ ആവിഷ്കരിച്ച് നടപ്പാക്കിയ പദ്ധതിയാണ്. അതുപോലെ തന്നെ പാലാ നഗരസഭാ സ്റ്റേഡിയത്തിന് അന്തർദേശീയ നിലവാരത്തിലേക്ക് ഒരു ഘട്ടത്തിൽ ഉയർത്തിയ സിന്തറ്റിക് ട്രാക്കും സ്വിമ്മിംഗ് പൂളും അടക്കമുള്ള സ്പോർട്സ് കോംപ്ലക്സിൻ്റെ നിർമ്മാണത്തിന് ചുക്കാൻ പിടിച്ചതും KM മാണിയെ കൊണ്ട് അതിനായി ഫണ്ട് അനുവദിപ്പിച്ചതും കുര്യാക്കോസ് പടവൻ എന്ന ഭരണാധികാരിയുടെ ദീർഘവീക്ഷണങ്ങൾ തന്നെയായിരുന്നു. പാലാ നഗരസഭയിലെ ഗതാഗത കുരുക്കിന് വലിയ അളവിൽ പരിഹാരം കണ്ടെത്തിയ കടപ്പാട്ടൂർ റിംഗ് റോഡ് എന്ന പദ്ധതി KM മാണിക്ക് മുമ്പിൽ അവതരിപ്പിച്ചതും അതിനുവേണ്ടി മാണിസാറിന് മേൽ ഒരുപാട് സമ്മർദ്ദങ്ങൾ ചെലുത്തിയതും കുര്യാക്കോസ് പടവൻ എന്ന ഭരണാധികാരിയുടെ ദീർഘവീക്ഷണത്തിൻ്റെ മറ്റൊരു ഉദാഹരണം തന്നെയാണ്. പാലാ നഗരസഭാ സൗന്ദര്യവൽക്കരണത്തിനും കുര്യാക്കോസ് പടവൻ്റെ ഭാഗത്തു നിന്ന് നിർണായകമായ ഇടപെടലുകൾ ഉണ്ടായി. അതുപോലെ തന്നെ മാലിന്യ സംസ്കരണ മേഖലയിൽ ഉറവിട മാലിന്യ സംസ്കരണം എന്ന പദ്ധതി ആവിഷ്കരിച്ച് കൃത്യതയോടുകൂടി നഗരസഭയിൽ നടപ്പാക്കുവാനും കുര്യാക്കോസ് പടവന് സാധിച്ചു. ഈ പദ്ധതികളെല്ലാം ഇന്ന് കേരളത്തിൽ സർവ്വസാധാരണമാണെങ്കിൽ കൂടിയും ഇതിനെക്കുറിച്ച് കേരളം ചിന്തിക്കാതിരുന്നൊരു ഘട്ടത്തിൽ 2010-15 കാലഘട്ടത്തിൽ ഇതെല്ലാം നടപ്പാക്കിയ വ്യക്തിത്വമാണ് എന്നുള്ളതാണ് പടവൻ്റെ ഭരണാധികാരി എന്ന നിലയിലുള്ള മേന്മയായി നാം മനസ്സിലാക്കിയെടുക്കേണ്ട കാര്യം. ഏതായാലും ഇത്തരം പ്രവർത്തനങ്ങളിലൂടെ പാലായിലെ ജനഹൃദയങ്ങൾ കീഴടക്കിയ പാർട്ടി പ്രവർത്തകർക്ക് വലിയ രീതിയിൽ സ്വീകാര്യനായിരുന്ന ഒരു നേതാവിനെ ജോസ് കെ മാണി ഒരു ഭീഷണിയായിട്ടാണ് കണ്ടത്. അതിൻ്റെ ഭാഗമായി തന്നെ KM മാണിയെയും കുര്യാക്കോസ് പടവനെയും തമ്മിൽ തെറ്റിക്കുവാൻ ജോസ് കെ മാണിയുടെ ഭാഗത്ത് നിന്ന് ചില ആസൂത്രിത നീക്കങ്ങളും ഉണ്ടായി. ഇതിനുള്ള ഏറ്റവും നല്ല ഉദാഹരണമായിരുന്നു 2016 KM മാണിയുടെ ഭൂരിപക്ഷം കുത്തനെ ഇടിഞ്ഞപ്പോൾ ജോസ് കെ മാണി സ്വന്തം പിതാവിന് മുമ്പിൽ അവതരിപ്പിച്ച ഒരു കണക്ക്. അതായത് 2015 തിരഞ്ഞെടുപ്പിൽ കുര്യാക്കോസ് പടവൻ തൻ്റെ വാർഡിൽ നിന്ന് കേവലം 800ഓളം വോട്ടുകൾ മാത്രമുണ്ടായിരുന്ന വാർഡിൽ നിന്ന് 450ലധികം വോട്ടുകളുടെ ഭൂരിപക്ഷത്തിലാണ് വിജയിച്ചു കയറിയത്. എന്നാൽ 2016 പൊതു തെരഞ്ഞെടുപ്പിൽ KM മാണിക്ക് പാലാ നഗരസഭയിലെ 26 വാർഡുകളിൽ നിന്നായി ആകെ ലഭിച്ച ഭൂരിപക്ഷം എന്ന് പറയുന്നത് കേവലം 300ഓളം വോട്ടുകൾ മാത്രമായിരുന്നു. ഈ വോട്ട് കണക്കിൻ്റെ വ്യത്യാസം ചൂണ്ടിക്കാട്ടി പടവൻ അച്ചാച്ചനെ ചതിക്കുന്നു എന്നൊരു വാദമുഖമാണ് പാർട്ടിക്കുള്ളിലും KM മാണിക്ക് മുന്നിലും അന്ന് ജോസ് കെ മാണി അവതരിപ്പിച്ചത്. ബാർക്കോഴ ഉൾപ്പെടെയുള്ള ഗുരുതരമായ അഴിമതി ആരോപണങ്ങളുടെ പശ്ചാത്തലത്തിലും ജോസ് കെ മാണിക്കെതിരെ സോളാർ നായിക ഉയർത്തിയ ലൈംഗിക അപവാദ ആരോപണങ്ങളുടെ പശ്ചാത്തലത്തിലും ശക്തമായ ഭരണവിരുദ്ധ വികാരം നിലനിന്നിരുന്ന രാഷ്ട്രീയ അന്തരീക്ഷത്തിലും KM മാണി 2016 പൊതു തെരഞ്ഞെടുപ്പിൽ പാലായിൽ നിന്ന് അവസാനമായി വിജയിച്ചു കയറിയത് തലനാരിഴയ്ക്കാണെന്നുള്ള യാഥാർത്ഥ്യം മറന്നുകൊണ്ടാണ് ജോസ് കെ മാണി ഇത്തരമൊരു കള്ളപ്രചരണവുമായി പടവനെ ഒതുക്കുവാനുള്ള നീക്കങ്ങൾക്ക് തുടക്കം കുറിച്ചത്. മാണിയുടെ മുമ്പിൽ ഈ നീക്കങ്ങൾ വിലപ്പോയില്ല എങ്കിൽ കൂടിയും മാണിയുടെ കാലശേഷം പാർട്ടിയിൽ അധികാരമുറപ്പിക്കുവാൻ തീരുമാനിച്ചപ്പോൾ ജോസ് കെ മാണി ആദ്യമായി വെട്ടി നിരത്തണമെന്നുദ്ദേശിച്ച പേര് പടവൻ്റേത് തന്നെയായിരുന്നു. 2020 തദ്ദേശ തിരഞ്ഞെടുപ്പിൽ ജോസ് കെ മാണിയെ വെല്ലുവിളിച്ചുകൊണ്ട് കുര്യാക്കോസ് പടവൻ്റെ നേതൃത്വത്തിൽ UDF പാനൽ പാലാ നഗരസഭയിൽ മത്സരിച്ചുവെങ്കിലും നേരിയ വോട്ടുകൾക്ക് അവർക്ക് ഭരണം നഷ്ടമാകുകയായിരുന്നു. സാക്ഷാൽ കുര്യാക്കോസ് പടവൻ പതിറ്റാണ്ടുകളായി പടിഞ്ഞാറേക്കര കുടുംബമെന്ന ജോസ് കെ മാണിയുടെ വിശ്വസ്തർ മത്സരിച്ച് വിജയിച്ചു പോന്നിരുന്ന വാർഡിൽ നിന്ന് മത്സരിക്കാനിറങ്ങിയെങ്കിലും അഭിമാനകരമായ പോരാട്ടം കാഴ്ചവെച്ച് 13 വോട്ടുകൾക്ക് പരാജയം സമ്മതിക്കുകയായിരുന്നു. അതോടുകൂടി പടവൻ യുഗം അവസാനിച്ചു എന്ന് ജോസ് കെ മാണി വിലയിരുത്തിയ ഘട്ടത്തിലാണ് PJ ജോസഫ് 2026 നിയമസഭാ തെരഞ്ഞെടുപ്പിന് മുന്നോടിയായി ഇത്തരമൊരു നിർണായക പദവിയിലേക്ക് കുര്യാക്കോസ് പടവൻ എന്ന നേതാവിനെ ഉയർത്തിക്കൊണ്ടുവന്നിരിക്കുന്നത്. PJ ജോസഫിനെ സംബന്ധിച്ചിടത്തോളം UDFൻ്റെ വിജയം 2026 നിയമസഭാ തെരഞ്ഞെടുപ്പിൽ പാലായിൽ ഉറപ്പാക്കുക എന്നതു അനിവാര്യതയാണ്. മറ്റൊരു രീതിയിൽ പറഞ്ഞാൽ ജോസ് കെ മാണി ഉൾപ്പെടെ 6 മാണി ഗ്രൂപ്പിൻ്റെ പ്രതിനിധികളായി വന്നാലും പാലായിൽ അവരുടെ പരാജയം ഉറപ്പാക്കുന്നതിനും മാണി സി കാപ്പൻ്റെ വിജയം ഉറപ്പിക്കുന്നതിനും വേണ്ടി തന്നെയാണ് കുര്യാക്കോസ് പടവൻ എന്ന KM മാണിയുടെ മനസാക്ഷി സൂക്ഷിപ്പുകാരനായ പാലായെ ഉള്ളംകൈ പോലെ അറിയാവുന്ന ഈ നേതാവിനെ നിർണായകമായ സംസ്ഥാന പദവിയിലേക്ക് ഉയർത്തിക്കൊണ്ടുവന്ന് ജോസഫ് വിഭാഗത്തിൻ്റെ പാലായിലെ ഏറ്റവും ഉന്നതനായ നേതാവായി പ്രതിഷ്ഠിച്ചിരിക്കുന്നത്. സജീവ രാഷ്ട്രീയത്തിലേക്കുള്ള കുര്യാക്കോസ് പടവൻ്റെ ഈ തിരിച്ചുവരവ് ജോസ് കെ മാണിക്കുണ്ടാക്കുവാൻ പോകുന്ന തലവേദനകൾ ചില്ലറയല്ല. കോൺഗ്രസിൻ്റെയും UDFൻ്റെയും സംഘടനാ സംവിധാനത്തിനൊപ്പം ബിനു പുളിക്കക്കണ്ടവും കുര്യാക്കോസ് പടവനും പോലുള്ള നേതാക്കൾ മാണി സി കാപ്പൻ്റെ സർവ്വസൈന്യാധിപന്മാരായി 2026 നിയമസഭാ തെരഞ്ഞെടുപ്പിൻ്റെ പ്രചരണ രംഗത്തേക്ക് കടന്നു വരുമ്പോൾ തന്നെ ജോസ് കെ മാണിയുടെ പരാജയം അതിനാൽ തന്നെ ഏറെക്കുറെ ഉറപ്പാകുകയാണ്. ഈ രാഷ്ട്രീയ ചിന്തകളും ഈ രാഷ്ട്രീയ കുടിപ്പകയുടെ ചരിത്രവും പ്രേക്ഷകർക്കായി പങ്കുവെച്ചുകൊണ്ട് ഈ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുകയാണ്. കൂടുതൽ രാഷ്ട്രീയ വാർത്തകൾക്കും വിശകലനങ്ങൾക്കുമായി ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നന്ദി.